ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ വിത്ത് AK. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈഫ ചിക്കൻ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ മാരിനേഷനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി എടുക്കുക. കാശ്മീരി ചില്ലി ആണെങ്കിൽ കൂടുതൽ എടുക്കാം. 1/2 സ്പൂൺ കുരുമുളക്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ തൈര്, ഒരു 1/4 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/2 നാരങ്ങയുടെ നീര്, ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഞാൻ ഓവർനൈറ്റ് വച്ചിട്ടാണ് കേട്ടോ ഇത് എടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനകത്തേക്ക് ഒരു പാൻ ചൂടാക്കി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ചിക്കൻ ഇടുക. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കരുത്. വേവും ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ ചെറിയതായിട്ടൊന്ന് മൂക്കുകയും ചെയ്യണം. ആ രീതിയിൽ വേണം എടുക്കാൻ. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ക്രീം തയ്യാറാക്കി എടുക്കാം. അതിനകത്തേക്ക് 2 കോഴിമുട്ട പുഴുങ്ങിയത്, അതിൻ്റെ ഉണ്ണി എടുത്തിട്ടില്ല, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, 1 സ്ലൈസ് ചീസും, അതുപോലെ തന്നെ കുറച്ച് ക്രീമും ഉപ്പും ഓയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഈ ക്രീം വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുക. ഒരു 1 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഒരുപാട് നേരമൊന്നും അടച്ച് വെക്കേണ്ട. അങ്ങനെ ഈഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിച്ചാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.